ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരസേനയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ നടപടിയാണ്. അതായത് ഈ കശ്മീർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ട് കശ്മീരി ഭീകരർ കശ്മീർ സ്വദേശിയായ ഭീകരര് വീടുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള ആസിഫ് ഷേഖ്, അതുപോലെ തന്നെ ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത്. ഈ ആസിഫ് ഷെയ്ഖിന്റെ വീട് ഈ കശ്മീരിലെ ത്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ബുർഹാൻ വാനിയുടെ സ്ഥലമായ ത്രാലിന്റെ ബുർഹാൻ വാനിയുടെ വീടിന് സമീപത്തായിരുന്നു ഈ ആസിഫ് ഷെയ്ഖിന്റെ വീട്. ആ വസതിയാണ് ഇന്ന് പുലർച്ചെ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത്. അതിനോടൊപ്പം തന്നെ ഈ അനന്തനാഗ് ജില്ലയിലെ ബ്രിജ്ബിഹാരയ്ക്ക് സമീപത്തുള്ള ഗുരേ ഗ്രാമത്തുള്ള ഈ തോക്കറിന്റെ വീടും ആദിൽ ഹുസൈൻ തോക്കറിന്റെ വീടും സൈന്യം തകർക്കുകയും ചെയ്തു. രണ്ടുപേരും 2018 ശേഷം ഈ കുടുംബവുമായി ബന്ധമില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അവർ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ ഭീകര പ്രവർത്തനങ്ങളിൽ, അതായത് അതിൽ പരിശീലനം നേടുകയും തുടർന്ന് ഇന്ത്യയിലെത്തി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഈ അന്വേഷണ ഏജൻസികളും മറ്റും കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗറിലെത്തിയിരുന്നു. അദ്ദേഹം ഉധംപൂരിൽ ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി വളരെ വിശദമായ ചർച്ച ചെയ്തിരുന്നു. അതായത് നിയന്ത്രണ രേഖയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിലയിരുത്തിയെന്നാണ് കരസേന ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ജമ്മു കാശ്മീരിലുള്ള വിക്ടർ ഫോഴ്സ് അംഗങ്ങളുമായി ഈ കരസേനാ മേധാവി നേരിട്ട് ആശയവിനിമയം നടത്തിയതായും കരസേന വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഷ്കർ ഇ തോയ്ബ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിന് ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഓരോ പോയിന്റുകളും, പ്രധാനപ്പെട്ട പോയിന്റുകളിലെ അവസ്ഥയൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കശ്മീരിന്റെ അവസ്ഥ എന്താണ്? കശ്മീരിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ 3 നാൾ 4 നാളിലേക്ക് ഈ ആക്രമണം എത്തുമ്പോൾ അവരൊക്കെ തന്നെ ആ ഞെട്ടൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് മാറിയിട്ടുണ്ടോ? അവരുടെയൊക്കെ തന്നെ ഇന്നത്തെ അവരെയൊക്കെ കാണുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും എന്താണ് ബാലുവിന് മനസ്സിലായത്? പ്രതീക്ഷ, അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കശ്മീരിൽ അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് മന്ദം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഭീകരാക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം കശ്മീർ ബന്ദായിരുന്നു. ഇന്നലെ പക്ഷേ ചില മേഖലകളിലൊക്കെ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടന്നിരുന്നു. പക്ഷേ ഇന്ന് കടകമ്പോളങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ കശ്മീരികൾ പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഭീകരാക്രമണത്തെ ഏക സ്വരത്തിൽ തള്ളിപ്പറയുകയാണ്. കാരണം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. ടൂറിസം കാരണം അവരുടെ ജീവിതമൊക്കെ പച്ച പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് ഞാൻ ഈ കശ്മീരിലെ ത്രാലിൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഈ ഭീകരർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു, ഒരു കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ത്രാലിൽ പോയിരുന്നു. ഈ ബുർഹാൻ വാനിയുടെ വസതിക്ക് തൊട്ടടുത്തുള്ള പ്രദേശത്തായിരുന്നു ഞാൻ ഇന്നുണ്ടായിരുന്നത്. അവിടെ നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവരെല്ലാം തന്നെ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തെ അതിശക്തമായാണ് അപലപിക്കുന്നത്. കാരണം ഈ ഭീകര ആക്രമണത്തിന് ഒരു കാരണവശാലും കശ്മീർ ജനതയുടെ ഒരു പിന്തുണയും ഇല്ല എന്ന് ത്രാലിൽ നിന്നും അതുപോലെ തന്നെ ഈ ഗുരേഗാവിൽ നിന്നും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ഈ ഗുരേഗാവിലുണ്ടായിരുന്ന ഈ ആദിൽ ഹുസൈൻ തോക്കർ, അതായത് ഈ കശ്മീരിൽ ഈ പഹൽഗാമിൽ വെടി ഉതിർത്ത ഭീകരിൽ ഒരാളായ ഈ ആദിൽ ഹുസൈൻ തോക്കറിന്റെ അമ്മയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പോലും പറഞ്ഞിരുന്നത് തൻ്റെ മകൻ കുറ്റക്കാരനാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നും ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അതിശക്തമായി താൻ അപലപിക്കുകയും ചെയ്യുന്നുവെന്നാണ്. അതാണ് പൊതുവെ കാശ്മീരികളുടെ വികാരം. അവർ ഈ ഭീകരവാദത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തെ ശക്തമായി അവർ അപലപിക്കുകയാണ്. ഈ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ അതിശക്തമായി തന്നെ കശ്മീർ ജനത ഒറ്റക്കെട്ടായി തള്ളിപ്പറയുന്ന കാഴ്ചയാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ നിരീക്ഷണം നടത്തിയത്. കശ്മീരിലെ ജനത ഭീകരവാദത്തെ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. ശക്തമായ ഭാഷയിൽ അവർ തള്ളിപ്പറയുന്നു. ഗ്രൗണ്ട് സീറോയിൽ നിന്നും ബി ബാലഗോപാലാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, ഓരോ നിമിഷങ്ങളിലുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് കൊണ്ടേയിരിക്കുന്നത്.